ഇതിനെ ചുരക്കള്ളി എന്ന് പറയും, മുറിവൊട്ടി എന്ന് വിളിക്കണവരുണ്ട്. ഇത് പൊള്ളലിനുള്ള മരുന്നാണ്. ഒപ്പം തന്നെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ചാൽ ഇതിൽ നിന്നൊരു പാല് വരും. ശരിക്കും അതൊരു നൂലാണ്. അപ്പൊ ആ നൂല് മുറിവില് സ്റ്റിച്ച് ചെയ്യും, ക്രോസ് സ്റ്റിച്ച് ചെയ്യും, നമ്മള് നൂലോട് സ്റ്റിച്ച് ചെയ്യണ പോലെ. അതാണ് അതിന്റെ പ്രത്യേകത. നാഗവള്ളി അല്ലേ? ഞാൻ മറ്റേ സിനിമയിൽ കേട്ടിട്ട് പേര് നാഗവല്ലി. ഇത് നാഗവള്ളി, നാഗവല്ലിച്ചെടി, വള്ളിച്ചെടി, നാഗവള്ളിച്ചെടി. പടർന്ന് ചില പോകും അല്ലേ? പാമ്പ് വരുമെന്നല്ലേ പറയുന്നത്? പാമ്പ് വരും. പാമ്പിന് പറ്റില്ല. അയ്യമ്പന പൈൽസിനുള്ള ഒറ്റ പാമ്പ് കടിയേറ്റൊക്കെ വരുന്ന അവർക്ക് ഉപയോഗിച്ചിരുന്നതാണ് നാഗവെറ്റില. കാട്ടിലാണ് അധികം കാണുക. ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു സസ്യമാണ്. ഈ വളഞ്ഞു വളഞ്ഞു ഈ ഭാഗത്താണെന്ന് അറിയാം പൂവിട. ഈ ഭാഗങ്ങളില്ലേ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നില്ലേ, അതുമ്മിയ പൂവിടല്ല, അതെ പൂ കൊലയായിട്ടല്ല ഉണ്ടാവുക. അതാണ് കായാമ്പൂ അല്ലേ? ഇങ്ങനെ തടീനെയാണ് പൂ. കമണ്ടലു ചെടി. ഇതാണ് കമണ്ടലു ചെടി. കലാബാഷ് ട്രീ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുക. പുരാതന കാലം മുതൽ ഭാരതത്തിൽ നമ്മൾ ഋഷിമാര് കമണ്ടലുവിൽ നിന്ന് വെള്ളമെടുത്ത് തളിച്ചു എന്ന് പറഞ്ഞേക്കുള്ളൂ. ഇതിന്റെ കായാണ് കമണ്ടലു. അത് 2 രൂപത്തിലുണ്ട്. അപ്പോൾ ഈ കായ നമ്മൾക്ക് കത്തി കൊണ്ടോ വെട്ടുകത്തി കൊണ്ടോ ഒന്നും മുറിക്കാൻ സാധിക്കില്ല. അരം കൊണ്ട് മുറിച്ച് നമ്മൾ ഷേപ്പാക്കി 2 കാത് പോലെ ഇട്ട് ചങ്ങലിട്ടിട്ടാണ് അത് പാത്രം കൊണ്ട് നടക്കുന്നത്. അപ്പൊ മഹർഷിമാരൊക്കെ മുറിയില്ല. അപ്പൊ ഇത് എന്തിനാണ് മഹർഷിമാര് മണ്ടുലിയിൽ നിന്ന് വെള്ളം എടുത്ത് തളിച്ചു? എന്താ അതിന്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാല് ഈ പഴത്തിനകത്ത് എന്ത് നമ്മൾ ഒഴിച്ചു വെച്ചാലും അതിന്റെ വീര്യം കൂടും. അപ്പൊ പണ്ട് കാലമൊക്കെ അവരൊരുപാട് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു വെച്ചാല് ആ വെള്ളത്തിന്റെ വീര്യം കൂടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈനൊക്കെ ഇടുമ്പോൾ ഇതിൽ ഇട്ട് വെച്ചാൽ അതിന്റെ വീര്യം കൂടി കിട്ടും. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു വെച്ചാലും അതിൻ്റെ വീര്യം കൂടും, ഗുണം കൂടും എന്നുള്ളതാണ് കമണ്ടലുവിൻ്റെ പ്രത്യേകത. ഓക്കെ. ഇങ്ങനെ പടർന്ന് 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 നാഗവള്ളിച്ചെടിയാണിത്. ഇത് നാഗവള്ളിച്ചെടി എന്ന് പറയും. ഈ ചെടിയുടെ പേരാണ് അർബുദനാശിനി. ഇത് ഈ ഭാഗമാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതിന് പറയുന്നത്. അർബുദനാശിനി ചെടി എന്ന പേരാണിത്. അതിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകത. ചെടി ഇതാണ്, അർബുദനാശിനി എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതിനൊരു പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതാണ് ഇത് രാവിലെ ഇത് മുഴുവൻ വിടർന്നിരിക്കുക, തുറന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ പൂക്കളാക്കി. ഉച്ച കഴിഞ്ഞാൽ ഇതിങ്ങനെ അടയും. രാവിലെ മുഴുവൻ ഇത് തുറന്ന് അതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിന്റെ പ്രത്യേകത ഇത് ആഴത്തിൽ വേര് പോയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും.